സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ ബ്രോ. സത്യം പറയാലോ, മനുഷ്യന്മാരായി ഇത്രയും തരം താഴാൻ പാടില്ല. കൊല്ലം സ്തുതി പോയി എന്ന് വിചാരിച്ച് അവർക്കിനിയും ജീവിക്കണ്ടേ? അവർക്ക് ഇനിയും ഒരു ജീവിതമുണ്ട്, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. അതൊന്നും തീരുമാനിക്കേണ്ട നമ്മളല്ല, സമൂഹമല്ല. അതൊന്നും കയറി ജഡ്ജ് ചെയ്യാനുള്ള അവകാശം നമുക്കൊന്നും തന്നെ ഇല്ല. എന്നാൽ അങ്ങനെ പറഞ്ഞ് ഇത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല ഇത്, പബ്ലിക്കിൻ്റെയും കൂടി കാര്യമാണ്. കണ്ടില്ലേ എവിടെ നിന്നാ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത്? നടു റോട്ടിൽ നിന്ന്, അതും നല്ല ട്രാഫിക്കുള്ള റോഡ്, തുരുതുരെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്ന ഇടം. ഇതൊന്നും MVD കാണുന്നില്ലേ ആവോ? അത് പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവോ? അത് ഈ സ്ക്രിപ്റ്റഡ് ആണോ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ക്രിപ്റ്റഡ് ആണ് എന്ന്. വാഹനങ്ങൾ പോകുന്നിടയ്ക്ക് തടഞ്ഞു നിർത്തി ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എതിരെ വരുന്ന ഒരു ബൈക്കുകാർ ചീത്ത വിളിക്കുന്നുണ്ട്. ഇത്രയും തോന്നിവാസം കാണിക്കാൻ പാടില്ല. പബ്ലിക് റോഡിൽ പോയിട്ട് പബ്ലിക് നോയിൻസൻസ് ആണ് കാണിക്കുന്നത്. ഇതിനു മുമ്പും എത്രമാത്രം ഇതുപോലുള്ള റീൽസ് ചിത്രീകരിച്ചതിൻ്റെ പേരിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒരു പബ്ലിക് റോഡാണ്, പബ്ലിക് പ്രോപ്പർട്ടിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിതിങ്ങനെ ചെയ്തത്? മനഃപൂർവ്വം, അല്ലാണ്ട് എന്തു പറയാൻ? വൈറലാവാൻ വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻ്റാണ്. 99% നെഗറ്റീവ്സ് തന്നെയാണ് കമൻറ്റ്. മുഴുവൻ കമൻറ്റും ഇവരെ ചീത്ത വിളിച്ചുകൊണ്ടാണ്. എന്തൊക്കെ കോപ്രായങ്ങളാലേ കാട്ടിക്കൂട്ടുന്നത്. ഇതിവരെ പേഴ്സണലാണ്, ഇത് ഇവരെ സ്വാതന്ത്ര്യമാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും രേണുസുതി ഇപ്പം ചെയ്ത് ശരിയായില്ല. ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് ഇവർ കാശുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുതലേ അവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ അവർ ശരിക്കും മുതലെടുക്കുക തന്നെയാണ്. അതിന് കൂടെ കുറേ എണ്ണങ്ങളും. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു ഇൻ്റർവ്യൂ കണ്ടു, കൊല്ലം സുധീൻ്റെ മകൻ്റെ ഇൻ്റർവ്യൂ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി. കാരണം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെപ്പറ്റി അറിയാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഇൻ്റർവ്യൂ എടുക്കുന്നത്. മറിച്ച് രേണുവിനെ പറ്റി കിച്ചുവിൻ്റെ മനസ്സിൽ വല്ല ദേഷ്യമോ വിഷമമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി ഒറ്റ ഉദ്ദേശത്തിൽ അവർ കുത്തി കുത്തി ചോദിക്കുകയാണ്. അതാണ് മെയിൻ ഉദ്ദേശം. കാരണം രേണുസുതിക്ക് ഇപ്പോൾ ഫുള്ള് നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ കൂടുതലും. അപ്പോൾ ഇനി കിച്ചുവും കൂടി എന്തെങ്കിലും അവൻ്റെ വായിൽ നിന്ന് വീണാൽ അതിനു വേണ്ടി ചെകഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വായിൽ നിന്ന് അങ്ങനെ വീണാലാണല്ലോ ഇവർക്ക് കുറച്ചും കൂടി റീച്ച് കൂടുള്ളൂ. അതിനു വേണ്ടി. കാരണം ഇപ്പോൾ കേൾക്കുന്ന രേണുവിനെ പറ്റി ഫുൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ. അപ്പോൾ ഇനി കിച്ചു എന്തെങ്കിലും പറഞ്ഞാൽ അത് റീച്ച് ആവുമല്ലോ. അതിനു വേണ്ടിയാണ് ഇവർ ചെകഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിക്കുന്ന ഇൻ്റർവ്യൂവർ ആണെങ്കിലോ എല്ലാ ക്വസ്റ്റ്യനും ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നിരുന്നാൽ പോലും ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളെ അച്ഛനെ പറ്റിയും അമ്മയെ പറ്റിയും എല്ലാം ചോദിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിന്? ഇത് ശരിക്കും ഒരു അനാവശ്യമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അമ്മ അത്രയൊന്നും എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോയി ചെയ്യേണ്ട അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെയൊന്നും പ്രത്യേകിച്ച്. അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ? അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ കാരണം കിച്ചു വളർന്നവരാണ്, ഋതു വളർന്നവരാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേട് ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം. ഇല്ല, അങ്ങനെയില്ല. അത് കിച്ചുവിനെ കുറിച്ചല്ല അറിയേണ്ടത്. കിച്ചുവിന്റെ പഠനത്തെക്കുറിച്ചോ കിച്ചുവിന്റെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും അല്ല അറിയേണ്ടത്. എല്ലാം രേണുസുതിയുടെ ജീവിതത്തെ പറ്റി കിച്ചുവിന് എന്താണ് പറയാനുള്ളത്? രേണുസുതിനോട് കിച്ചുവിന് ദേഷ്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ കൊച്ചിന്റെ പ്രായത്തെങ്കിലും മാനിച്ചൂടെ? പക്ഷെ എന്തൊക്കെ ഇവരെ കുത്തി ചോദിച്ചിട്ട് ആ കുട്ടി വളരെ പക്വതയായിട്ടാണ് എല്ലാ ആൻസറും, അത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് ഓരോ ക്വസ്റ്റ്യൻ ആൻസറും കുട്ടി പറഞ്ഞിരിക്കുന്നത്. അമ്മ അഭിനയിക്കുന്നവരോട് എന്താണ് താല്പര്യം, അമ്മ എക്സ്പോസ്ഡ് ആയ ഡ്രസ്സ് ഇടുന്നതിനെ പറ്റി എന്താണ് താല്പര്യം, അതിനൊക്കെ വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു മറുപടി തന്നെയാണ് കിച്ചു കൊടുത്തിരിക്കുന്നത്. അത്ര മെച്യൂരിറ്റി പോലും ആ ചോദിക്കുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന ആക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്.
അമ്മ ആൽബത്തിൽ അഭിനയിക്കുന്നവനോട് എന്താണ് താല്പര്യം, സീരിയലിൽ അഭിനയിക്കുന്നവനോട് എന്താണ് താല്പര്യം, ഇതൊക്കെയാണ് ചോദിക്കാനുള്ളത്. അതൊക്കെ അവരെ ഇഷ്ടമാണ്, അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. അവരെ വായ കൊള്ളില്ല, അവരെ പല്ല് കൊള്ളില്ല, എന്തൊക്കെയാലേ പറയുന്നത്. ഒരാളെ നമ്മൾ ബോഡി ഷെയ്മിങ് ചെയ്യാൻ പാടില്ല. അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ കുട്ടീനെയും കൂടി ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആ കുട്ടിക്കൊരു ജീവിതമുണ്ട്, വെറുതെ ആ കൊച്ചിനെയും കൂടി ഇതിലേക്ക് വലിച്ചഴക്കണ്ടായിരുന്നു.